കേരളത്തിൽ സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. സ്വർണം വാങ്ങാനെന്ന പോലെ തന്നെ വിൽക്കാനും ആളുകൾ കാത്തിരിക്കുകയാണ്. എന്നാൽ ഈ വർഷം സ്വർണം വിൽക്കാൻ പ്ലാൻ ഉള്ളവരാണെങ്കിൽ സ്വർണ്ണവില മാത്രമല്ല, നികുതിയായി എത്ര രൂപ കൊടുക്കണം എന്നതുകൂടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 2 വർഷമായി സ്വർണത്തിനുണ്ടായ കുത്തനെയുള്ള കുതിപ്പിൽ ലാഭം നേടാനുള്ള ശ്രമത്തിലാണ് നിക്ഷേപകരൊക്കെ. എന്നാൽ നിങ്ങളുടെ ഹോൾഡിങ്ങുകൾ വിൽക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ നിക്ഷേപത്തിന് എങ്ങനെ നികുതി ചുമത്തുമെന്ന് മനസ്സിലാക്കി വെക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇത് നിങ്ങളുടെ നികുതിക്ക് ശേഷമുള്ള വരുമാനത്തെ അത് സാരമായി തന്നെ ബാധിച്ചേക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. പല നിക്ഷേപകരും എല്ലാത്തരം സ്വർണത്തിനും ഒരേ രീതിയിൽ നികുതി ചുമത്തുമെന്നാണ് കരുതുന്നത്. അത് ശരിയല്ല. നിങ്ങൾക്കൊരു ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്, ഒരു സ്വർണ്ണ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ആഭരണങ്ങൾ, നാണയങ്ങൾ, ബാറുകൾ പോലുള്ള ഭൗതിക സ്വർണം എന്നിവ സ്വന്തമാണോ എന്നതിനെ ആശ്രയിച്ച് നികുതി നിയമങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും. ദീർഘകാല മൂലധന ആസ്തിയായി യോഗ്യത നേടുന്ന ഓരോന്നിനും വ്യത്യസ്ത ഹോൾഡിംഗ് കാലയളവുമുണ്ട്. സ്വർണ്ണ ETF-കൾക്ക് 1 വർഷത്തിന് ശേഷം ദീർഘകാല നികുതി ലഭിക്കും. മറ്റുള്ളവയ്ക്ക് 2 വർഷത്തേക്ക് നികുതി ലഭിക്കും. സ്വർണ്ണ വിൽപ്പനയിൽ നിന്നുള്ള നേട്ടങ്ങൾ ഹ്രസ്വകാലത്തേക്കോ ദീർഘകാലത്തേക്കോ പരിഗണിക്കണോ എന്ന് ഹോൾഡിംഗ് കാലയളവാണ് നിർണ്ണയിക്കുന്നത്. നിലവിലെ നികുതി നിയമങ്ങൾ പ്രകാരം ദീർഘകാല മൂലധന നേട്ടങ്ങൾക്ക് 12.5% നികുതിയാണ് ചുമത്തുന്നത്. അതേസമയം ഹ്രസ്വകാല മൂലധന നേട്ടങ്ങൾ ഒരു നിക്ഷേപകന്റെ നികുതി നൽകേണ്ട വരുമാനത്തിലേക്ക് ചേർത്ത് ബാധകമായ ആദായ നികുതി സ്ലാബ് അനുസരിച്ച് നികുതി ചുമത്തുന്നു. സ്വർണത്തിൽ നിക്ഷേപിക്കുന്നതിനുള്ള ജനപ്രിയ മാർഗങ്ങളിലൊന്നാണ് ഗോൾഡ് ETF-കൾ. ഇതിൽ ദീർഘകാല നികുതി വ്യവസ്ഥയ്ക്ക് ഏറ്റവും കുറഞ്ഞ ഹോൾഡിംഗ് കാലയളവായിരിക്കും. കൂടാതെ ഭൗതിക സ്വർണം വാങ്ങുന്നതിന് 3% GST ബാധകമാണ്. അതായത് ആഭരണങ്ങൾ വാങ്ങലുകളിൽ സാധാരണയായി പണിക്കൂലി ഉൾപ്പെടുന്നുണ്ട്. ഇത് മൊത്തത്തിലുള്ള ഏറ്റെടുക്കൽ ചെലവാണ് വർദ്ധിപ്പിക്കുന്നത്. ഹോൾഡിംഗ് കാലയളവിലെ വ്യത്യാസം അർത്ഥമാക്കുന്നത് വിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുമ്പോൾ നിക്ഷേപകർ സ്വർണ്ണ വിലയെ മാത്രം ആശ്രയിക്കരുത് എന്നുള്ളതാണ്. വാങ്ങൽ തീയതിയും അവർ കൈവശം വെച്ചിരിക്കുന്ന സ്വർണത്തിന്റെ രൂപവും അന്തിമ നികുതി ബാധ്യത നിർണ്ണയിക്കുന്നതിൽ ഒരുപോലെ പ്രധാനമാണ്. കുറഞ്ഞ നിക്ഷേപ കാലയളവുള്ള നിക്ഷേപകർക്ക് 1 വർഷത്തിന് ശേഷം ഗോൾഡ് ETF-കൾ ഇളവുള്ള ദീർഘകാല നികുതി നിരക്കിന് അർഹത നേടും. മറുവശത്ത് ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകളും ഫിസിക്കൽ സ്വർണവും നിക്ഷേപകർക്ക് ഒരേ നികുതി പരിഗണന ലഭിക്കുന്നതിന് മുമ്പ് 2 വർഷത്തിൽ കൂടുതൽ ഹോൾഡിംഗ് കാലയളവും ആവശ്യമാണ്. എന്തായാലും കേരളത്തിൽ ഇപ്പോൾ സ്വർണ്ണവില ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ്. കൂടിയും കുറഞ്ഞുമൊക്കെ ആഭരണ പ്രേമികൾക്ക് എത്താ ദൂരത്ത് നിൽക്കുകയാണ് സ്വർണം വാങ്ങാനെന്ന പോലെ തന്നെ വിൽക്കാനും ആളുകൾ കാത്തിരിക്കുകയാണ്. ഈ വർഷം സ്വർണം വിൽക്കാൻ പ്ലാൻ ഉള്ളവരാണെങ്കിൽ ഈ നികുതിയെക്കുറിച്ച് തീർച്ചയായും അറിഞ്ഞിരിക്കണം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.